ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ പൊന്നൂസിന് 2 വയസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ്. പൊന്നൂസേ, ഓ ഇത് പൊന്നു കരഞ്ഞാ? പൊന്നു ഹാപ്പി ബർത്ത്ഡേ. എന്തോ പറഞ്ഞേ? പൊന്നൂസേ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. താങ്ക് യു പറ. പൊന്നൂസേ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്തോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എന്തോ പറയണം? താങ്ക് യു പറ. പറയണം. താങ്ക് യു പറ പ്ലീസ്. താങ്ക് യു ഒക്കെ ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥയാണ്. പൊന്നൂൻ്റെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ വലിയ പാർട്ടി അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പം ഞങ്ങൾ ആറ്റിങ്ങലെത്തി. ഇത് ആറ്റിങ്ങലുള്ള റെസ്റ്റോറൻ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകാമെന്ന്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പപ്പ പൊന്നൂസിന് വേണ്ടിയിട്ടൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് അത് ഒന്നുകൂടെ ചെന്ന് അവിടെ ഓർമ്മിപ്പിക്കണം അവരെ. കാരണം ഞങ്ങൾ ട്രിവാൻഡ്രം പോയിട്ട് വന്നിട്ട് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളുടെ പോക്കിനും വരവിനുമാണെന്നുണ്ടെങ്കിൽ അത് കാറിനകത്തിരുന്നതിന് അലിഞ്ഞ് പരുവാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർമ്മിപ്പിക്കാനും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു വൈകുന്നേരം സമയമായി. പൊന്നൂസ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൾ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അവൾ നന്നായിട്ട് ആഹാരം കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ കൊച്ചിന് കുടിക്കാൻ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി. എന്നാലും ഓർമ്മിപ്പിച്ചതും ആവും, പൊന്നൂസിന് എന്തെങ്കിലും ജ്യൂസ് മേടിച്ച് കൊടുത്തതും ആവും. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ കേക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ ട്രിവാൻഡ്രത്തേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് പപ്പ പറഞ്ഞു, പപ്പ ജോലി ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പം എന്നെ അറിയാവുന്നവർക്കറിയാം, പപ്പ റെയിൽവേ പോലീസാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പപ്പ പറഞ്ഞു പറ്റുവാണെങ്കിൽ പപ്പ ഒന്ന് കയറി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് പപ്പയെ കണ്ടിട്ട് വരാം. ബർത്ത്ഡേ അല്ലേ, അപ്പം മോളെ ഒന്ന് പപ്പയെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പപ്പയെ കാണാനായിട്ട് പോവുകയാണ്. ട്രിവാൻഡ്രത്ത് പോകുന്ന ആവശ്യമൊന്നും ഞാൻ ഇപ്പോൾ കുറേ നേരം കൊണ്ട് പറഞ്ഞു. എന്ത് ആവശ്യമാണെന്നുള്ളത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കാരണം അത് പൊന്നൂസിൻ്റെ മാത്രം ഒരു സ്പേസാണ്. അവളുടെ ആ ഒരു സ്പേസ് ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് അത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ പപ്പായ പോകുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുന്ന ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പപ്പായ്ക്കും അവിടെയുള്ള ഫ്രണ്ട്സിനുമായിട്ട് എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും വൈകുന്നേരം സമയത്തല്ലേ ചെല്ലുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് തൊട്ടടുത്ത് നമ്മൾ പോത്തീസാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ കയറി കുറച്ച് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെയാണ് പോയത്. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി തിരക്കായിരുന്നു പോത്തീസിൽ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വെളിയിൽ ചാടിയാൽ മതി എന്നുള്ള രീതിയായിരുന്നു. കാർ പാർക്കിങ്ങിന് പോലും മണിക്കൂറുകളെടുത്ത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതാണ് പപ്പായുടെ ഓഫീസ്. പപ്പയുടെ ഓഫീസ് എന്ന് പറയുമ്പം അവർക്ക് അങ്ങോട്ട് ചേഞ്ച് ആവും. ഇതിപ്പം കറൻ്റ്ലി പപ്പ ഇരിക്കുന്നൊരു ഓഫീസ് ഇതാണ്. അപ്പം അവിടെ പപ്പായെ കണ്ട പാട് പൊന്നൂസിന് ഭയങ്കര സന്തോഷം. അങ്ങനെ പിന്നെ തിരിച്ച് വരാനായിട്ട് ഞങ്ങൾ ഒരുപാട് പാടുപെട്ട്. പൊന്നൂസ് പിന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്ന ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. ഞാൻ നിലവിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളർന്നു കഴിയുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പൊന്നൂസ് തന്നെ അങ്ങോട്ട് പോയി എല്ലാവരെയും പരിചയപ്പെട്ട് സംസാരിച്ച് തിരിച്ച് വരാൻ പെട്ട പാട് ഞങ്ങൾക്ക് മാത്രമേ ഒരു വിധത്തിൽ ഞങ്ങൾക്ക് ടാറ്റ തന്ന് പറഞ്ഞു വിടുകയാണ് പൊന്നൂസ് ചെയ്തത്. ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും കാറിൽ പിടിച്ച് കയറ്റി അപ്പാപ്പനെ കാണാം പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റിയതാണ്. അത് ഇപ്പോൾ കണ്ടത് നിങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കേക്ക് മേടിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പം തന്നെ കേക്ക് ഒരു പരുവമായി. ഞങ്ങൾ പതുക്കെ പോയത്. പ്രത്യേകിച്ച് ആരുമില്ലായിരുന്നു. ഞാനും അമ്മയും ചേട്ടനും പൊന്നൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് കട്ടിക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വലിയൊരു ആഘോഷമായിട്ടൊന്നും നമ്മൾ പ്ലാൻ ചെയ്തില്ല. നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ പൊന്നൂസ് ജനിച്ച ദിവസമാണ് എനിക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നിയൊരു ദിവസം ഇതായിരുന്നു. കാരണം മോളുടെ മുഖത്ത് ആ സന്തോഷവും ആ ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്ത് അവളുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. എന്നും പൊന്നൂസ് ഇത് കണക്ക് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമായിട്ട്. അപ്പോൾ ഒരുപാട് ഞാൻ ഇമോഷണൽ ആവുന്നില്ല. അപ്പം ഇന്നത്തേക്ക് ഞാൻ ഇത്രയും വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ബാക്കി വീഡിയോസും വിശേഷങ്ങളും ഒക്കെ മറക്കാതെ കാണണം. ഇനി വരും ദിവസങ്ങൾ നല്ല വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ദെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.